ഉണ്ട് 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 എന്തോ ഓ ജസ്റ്റ് മിസ് ഇറങ്ങി ഇറങ്ങി ബീജമുണ്ടോ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളത് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മമ്മൂക്കയുടെ കണ്ണൂർ സ്ക്വാഡിന്റെ നെക്സ്റ്റ് സീനാണ്. അപ്പൊ കഴിഞ്ഞ സീനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അവർക്ക് പോകാനുള്ള പൈസ പോലും കൊടുക്കുന്നില്ല. കാരണം എന്താ 30,000 രൂപയാണ് ഫ്ലൈറ്റ് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് റോഡ് മാർഗമോ ട്രെയിൻ മാർഗമോ പോകാനാണ് പറയുന്നത് കേട്ടോ. അതായത് ഓൾറെഡി അത് ഒരു ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടിയിലാണ് ഇപ്പൊ ഇവിടെ എത്തിയേക്കണേ. ഇനി ഇവിടെ നിന്നും അതേപോലെ തന്നെ റോഡ് വഴി തന്നെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഭയങ്കര കഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ ആ ഒരു യാത്ര തുടങ്ങാൻ വേണ്ടി പോകണം. അപ്പൊ നമുക്ക് എന്തായാലും സീനിലോട്ട് പോകാം. റെഡി? പ്രതികൾ ആരാണെന്ന് അറിഞ്ഞിട്ട് അവരെ എന്തുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ലെന്നാണ് DGP ചോദിക്കുന്നത്. These culprits are not making any mistakes. Just 1 or 2 loopholes, that's all. കിട്ടത്തട്ട ഇരുട്ടിൽ തേടുന്ന മാതിരി ഇருக்கு sir. Now they are in Faizabad, but our team is on the way. ഈവനിംഗുള്ള റീച്ച് ആകും sir. கொஞ்சம் പൊറുമയാ ഒരു ഇതും കൊടുക്കുന്നില്ല, ലൂപ്പ് ഹോൾസ് ഇല്ലാത്ത ടീംസ്. ഫൈസാബാദ് ഉത്തർപ്രദേശ് യൂപിയിലോട്ടാണല്ലേ ഇനി. അയോധ്യ കണ്ണൂർ പോലീസ് സ്റ്റേഷൻ ഫൈസാബാദ്. सर we need your help. सर डरने की कोई बात नहीं. अरे बहुत छोटा गांव है और वैसे भी हम लोग आज बिजी हैं, मिले साहब आने वाले हैं, कोई दिक्कत नहीं है, जाइए. सर सर at least one constable. One constable. ഓ നോക്കാനാണോ പറഞ്ഞേ? ആള് വലിയ ഇതൊന്നും ഇല്ല ആള്. ആണെന്നോ സാറേ? കേരളം ഇല്ലാതെ ആഘോഷം എന്നാ സാറേ? നമ്മുടെ ആര് ഒരു കോൺസ്റ്റബിൾ വിട്ട് വന്നിട്ടുണ്ട്, യോഗേഷ്. യോഗേഷ് നമസ്തേ. ജോസ്, ഷാഫി നമസ്തേ. നമസ്തേ. നല്ല വരുന്നുണ്ടല്ലോ. പൗരന്മാരെ ISIS ഭീകരർ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം കണക്കുന്നു. ഈ മണിക്കൂറിലെ ബിഗ് ബ്രേക്കിംഗ്, ഏറെ വിവാദമായ അബ്ദുൽ വഹാബ് കൊലക്കേസിലെ അന്വേഷണ സംഘത്തിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി മേടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയില്ലാത്ത സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ വിഷയങ്ങൾ. ഈ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുവാൻ പ്രതിപക്ഷ നേതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഈ ആദ്യത്തെ കീഴിലുള്ള വെറും കളിപ്പാവുകൾ മാത്രം കേരള പോലീസ് പണി കൊടുക്കാൻ, കേരള പോലീസിന് പണി കൊടുക്കാൻ നാണം കെടുത്താൻ ഈ സമയത്ത്, പ്രത്യേകിച്ച് കണ്ണൂർ സ്ക്വാഡിന്. അപ്പുറത്തോട്ടപ്പോ ഭയങ്കര സ്ട്രോങ് ആണ്, ഹോൾഡ് ഉണ്ട് നല്ല. എന്നാലല്ലേ ഇത് എങ്ങനെയെങ്കിലും വിടുള്ളൂ വരും. മീഡിയ മീഡിയ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. 2 ആഴ്ച കഴിഞ്ഞിട്ടില്ലമ്മ ഡേറ്റ് പറഞ്ഞു. എന്നിട്ടിപ്പം നാളത്തേക്കാക്കി. ഇന്ന് ചെക്കപ്പിന് വന്നേരം ഡോക്ടർ പറഞ്ഞാന്ന് നാളെ തന്നെ ചെയ്യാന്ന്. അതിന് നീ ഇങ്ങനെ വേജാറാകണ്ട. അതാണ് കോള്. ഹലോ സാർ. ഇല്ല സാറേ, ഓളെ സർജറി നാളത്തേക്കാക്കി പോലും. ഈ ടെൻഷൻ ഒന്നും എടുക്കണ്ടൊക്കെ ശരിയായിക്കോളൂ. ഓ ആള് അതാണ് സ്ട്രെസ്ഡ്. എന്താ സർജറിയാണ്? നമ്മളെ ചെറുതാക്കി തെറ്റിദ്ധരിപ്പിച്ചല്ലേ? നമ്മൾ ഓൾറെഡി ത്രില്ലേഴ്സ് കാണുന്നുണ്ട്, ക്രൈം ത്രില്ലേഴ്സ്, ഇൻവെസ്റ്റിഗേഷൻ. BGM മാറിയല്ലേ ഒരു മറ്റേ നൈറ്റ് മോഡിന്റെ അകത്ത്. തിക്രി വില്ലേജ് 12:52 രാത്രിയാണ്. നൈറ്റ് ഷോട്ട് കുറെ ഉണ്ട്. ഫസ്റ്റും നൈറ്റ് ഷോട്ട് അല്ലേ? ഫസ്റ്റ് ഇന്റർവെൽ എന്താ ഷാഫി എങ്ങോട്ടാണെന്ന് വെച്ചാൽ ചില സമയത്ത് ഇങ്ങനെ സാറേ മാപ്പിൽ ആക്യുറസി പ്രോബ്ലം ഉണ്ടാവും. വിനോദിനെ വിളിച്ചാൽ എക്സാക്ട് ലൊക്കേഷൻ കിട്ടും സാർ. ഓ മാപ്പ് പണി കൊടുത്താണ്. സിഗ്നൽ കിട്ട
साहब फोन इस पर रेंज है ആ പോലീസ് പിന്നെയും കുഴപ്പമില്ല തോന്നുന്നു. കൂടെ വന്ന കോൺസ്റ്റബിൾ വല്ല റാങ്ക് ഒന്നും ഇല്ലല്ലോ, അപ്പം നല്ലായിരിക്കും. हेलो അഭിനന്ദ ജോർജാ हाँ सर പറ സാർ ആ പൈസാവതി നമ്പറില്ലേ അതിന്റെ ലൊക്കേഷൻ ഒന്ന് ട്രാക്ക് ചെയ്യണമായിരുന്നു. എക്സാക്ട് ലൊക്കേഷൻ അല്ലേ ഞാൻ അവിടെ നിന്ന് കേടിയാണ് ശരി. പക്ഷെ വിനോദ് കറക്റ്റായിട്ട് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. बता नहीं सर ഫുൾ ടൈം मेरा അവിടെ वीडियो पोस्टिंग ही है. അയ്യോ ഇവിടെ അടുത്ത right, അടുത്ത right. ഉണ്ടല്ലോ. ഓ ലൊക്കേഷൻ അവരെ അവിടുന്ന് പറഞ്ഞെടുക്കുന്നത്. മാപ്പ് വെച്ചിട്ട് ലെഫ്റ്റ് 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 തറയോ സാർ ഒരു 200 മീറ്റർ ഉള്ളൂ നടന്നു പോണം. റൈറ്റ് അല്ലേ? ആ സാർ കാരണം അത് വണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോ സൗണ്ട് ഒക്കെ ഗോസ്റ്റ് എഫക്ട് സാർ ഇത് തന്നെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത് ഉറപ്പാണോ ഉറപ്പാണ് സാർ ഓക്കെ ഷീജുന്റെ നീട്ടിയ ഫൈസാബ് നമ്പർ എന്ന് പറഞ്ഞു. ആ ന്യൂസിന്റെ കാര്യം എന്താ പറയായിരുന്നേ അവരേതോ ഗുദാമില്ല അതിന്റെ ഇടയിൽ വേറെ ടെൻഷൻ കൊടുക്കുന്നില്ല മറ്റേ അല്ലേ? അല്ലെങ്കിൽ തന്നെ അവര് മറ്റേ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ അത് ചെയ്യുന്നത്. ശരിക്കും കുത്തിപ്പൊക്കിയെന്നല്ലേ അതന്നെയാ തോന്നുന്നു. അവിടെ നടിക്കുന്നു. ഇത് നമ്മളുടെ ഫസ്റ്റ് ഇൻട്രോ സീൻ ഉണ്ടായിരുന്ന പോലത്തെ. അങ്ങനത്തെ കാര്യങ്ങൾ ശബരീഷാണ് പോവാറ്. അപ്പൂപ്പനെന്തോ സിഗ്നൽ അടിക്കുന്നുണ്ടല്ലോ. അപ്പൂപ്പനെ കാണാൻ പറ്റുന്നില്ല. ഓ ഇല്ല പേടിച്ചാണ്. അപ്പൂപ്പൻ കണ്ണെടുക്കുമ്പോ ഒന്നും കാണാനില്ല. आवाज नहीं, एक केरल पुलिस है जो पूछते हैं बताते जाओ. റോണിയുടെ ഡയലോഗ്. ये लोग कौन है? कहाँ है ये लोग? कौन है ये लोग? हमको क्या मालूम? पटक कर पाओ. मंजीरा नंबर നമ്പർ ഉണ്ട്. ये कौन कॉल करता था? रोल फ्री कॉल किसने किया? अपने फोन से किस किस को फोन करते हैं ये तुमको बताने का जरूरत नहीं है. ജയാ सच बोल साले, नहीं तो सड़ेगा तू केरल के जेल में. ആ പോലീസ് ആ പോലീസ് അടിപൊളിയാണ്. नहीं चाहिए. आएगा. बताते बताते हथौड़ा और बम्बिया हमारे भैया जैसे हैं. उन्हीं के कहने पर उस दिन हम आमिर और जुल्फी भैया को रेलवे स्टेशन से लेकर आए. रास्ते में जुल्फी भैया ने हमारे फोन से किसी से तो बात किया, जिसके कारण आमिर और जुल्फी भैया के बीच में बड़ा सा बहस हो गया था. എന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞത് എന്നോട് ചോദിക്കാതെ വീട്ടിലേക്ക് വിളിക്കരുതെന്ന്. ഇനി ഇതിനെ വാലും പിടിച്ച് ആരാ എന്തൊക്കെയാ വരാൻ പോകുന്നത് നിനക്ക് അറിയാമോ? उसके बाद उनको लेके हम सीधे अपने गांव आ गए. फिर बाद में हथौड़ा और बम्बिया भाई उनको हमारे घर से निकल गए. बोल वो लोग कहाँ है? बोल. नहीं, പേടിപ്പിക്കാണ്. കാരണം അവർക്ക് എന്തായാലും ആളെ വേണം. പറ്റില്ല. बताता हूँ वो लोग हथौड़ा भैया के घर पे है. ഓ ഈ പെണ്ണുങ്ങളെങ്ങനെ വിളിച്ചു. ആ അതെ കത്തിയുടെ പിടിച്ചില്ലായിരുന്നു. എന്തോ ഒരു സിഗ്നൽ ആ കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ ആളെ കാണുമ്പോഴങ്ങനെ മറ്റേതുപോലെ തോന്നുന്നില്ല. പക്ഷെ ഒരു ടെറർ ലുക്ക് ഉണ്ട് ഉണ്ട് ആ ഉണ്ട് ലേഡിയുടെ ഉണ്ട്. ഫേസിൽ. പാവല്ല ഫേസ്.
ബാക്കി എന്തോ ഒരു സംഭവം. ഉണ്ട് എന്തോ ഓ നിക്കുന്നല്ല പെണ്ണുങ്ങള് തോക്കും കൊണ്ടിറങ്ങി ബാക്കിൽ. वापस बुला उन लोगों को ആ കാരണം നാട്ടുകാരിറങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ. ആ കാരണം കോളേജ് എന്താ അപ്പൂപ്പൻ നാട്ടുകാർ പോലീസുകാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് നമ്മളെ RDX കണ്ട പോലെ ആ ഒരു വില്ലേജിൽ തൊട്ടളിച്ച എല്ലാരും ഉണ്ടാവില്ല ഒരുമിച്ച്. അതാണ് ആ യോഗേഷ് പറഞ്ഞത്. ആൾക്കറിയാം UP യിലാണല്ലേ. ആ ഇവര് പെട്ടിപ്പോ പിടിക്കാൻ വന്നവര് പെട്ട്. സെയിം RDX സീൻ. അതിനകത്ത് അപ്പൂപ്പൻ ഉണ്ടായിരുന്നില്ല. അതിനകത്ത് ഇതുപോലത്തെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അതാ പറയുന്നത് ഇങ്ങനെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പെട്ടു. सारे के सारे ठुल्ले मुझे जिंदा चाहिए. जिंदा मिलेंगे. तुम लोग इधर देखो, मैं इधर देखता हूँ. ഓ വില്ലേജ് ഇളകി. पांचों के पांचों. भैया बस. എന്താ പണി കിട്ടാൻ സാധ്യത ഇല്ലേ? ഓ ബീജം ഉണ്ട. പക്ഷെ അവരാണ് കണ്ടത്, ഇവര് കണ്ടിട്ടില്ല. ഇല്ല പക്ഷെ നല്ല ഫ്രെയിം, നല്ല ഷോട്ട്. പൊട്ടിയിട്ട് ഓ അവരെല്ലാരും ഭയങ്കര ഷാർപ്പാ. ഓരോ ആൾക്കാരും അപ്പുറത്ത് വേണമെങ്കിൽ പോവാലോ. नहीं, गोली नहीं मारना है. अपनी आंखों के सामने जिंदा जलते हुए देखना चाहता हूँ इनको. जलाओ इनको. 5 പേരല്ലേ ഇവിടെ? തീ അതിനുള്ളിൽ ഇടാൻ നോക്കും. ഓ പക്ഷെ ഒറിജിനൽ തീയാണ് കേട്ടോ എല്ലാം ഉപയോഗിച്ചേക്കുന്ന കുറെ സ്ഥലത്ത് അല്ലേ? ഫസ്റ്റ് കാണിച്ച പോലെ തീപ്പൊരി. ഡോർ ഉണ്ട് തോന്നുന്നു. ആ എന്തോ ഉണ്ട്. അവരത് തുറക്കാൻ നോക്കാണ്. പോലീസ് വന്നാലും ഇതൊന്നും ഇല്ല അവിടെ. ഇല്ല പോലീസിനൊന്നും വലിയ വിലയൊന്നുമില്ല. പോലീസ് വലിയ വില കൊടുക്കാറില്ലല്ലോ നാട്ടുകാർക്ക്. കണ്ടില്ലായിരുന്നു പ്രായത്തിന്റെ ആ പ്രായമുള്ള ക്യാരക്ടറല്ലേ കുറച്ച്. എല്ലാം ഉണ്ട്. ഓ പൊളിച്ചവിടെ അവിടെ മറ്റുള്ളവർ നോക്കുന്നുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? അവരുടെ ആ ഒരു കെയർ അവിടെ കാണിച്ചത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആസീസ് അവിടെ നോക്കുന്നുണ്ട്. ഓ അവിടെ വലിയേട്ടൻ ബോസായി. ഓ ജസ്റ്റ് മിസ്. ഇറങ്ങി ബീജം ഉണ്ടോ? ഫ്രെയിമും ആ കമ്പി പൊളിച്ചടിക്കും സാറ്. മാസീവായി പെട്ടെന്ന്. ഓ തകർത്തടിക്കും സീൻ.
കാരണം ഇതൊരു പടത്തിലൊരു മാസ് ആ ഓ കിടുക്കി കിടുക്കി കിടുക്കാത്ത സീൻ അല്ലേ? എല്ലാരും ഇറങ്ങി എന്റെ കമ്പനി കൊണ്ട് കയ്യിൽ കിട്ടിയ ആയുധം. കയ്യിലെന്താ കൈക്കോട്ടോ മറ്റേ പോലീസിന്റെ അല്ലേ? ഓ കട്ട മറ്റേ കട്ട അവിടത്തെ പൊട്ടിയത്. ഓ റിയലിസ്റ്റിക് പടത്തിൽ മാസമുണ്ട് പെട്ടെന്ന്. പോണേ ഇവരങ്ങോട്ട് പോവാണോ? അയാളെ പിടിക്കാൻ വന്നേ. പക്ഷേ കോൺസ്റ്റബിൾ നല്ല കോൺസ്റ്റബിൾ അതേ പറഞ്ഞ റാങ്ക് കുറവുള്ളവര് നല്ല ജോലി ചെയ്യും. കാരണം അധികം പൈസ അധികം കിട്ടില്ല. പൈസ കിട്ടുമ്പോഴല്ല പ്രശ്നം. മാസ് പടായി പെട്ടെന്ന്. ഇപ്പൊ ആരുടെ എക്സ്പൈർ ഒന്നുമില്ലേ? ഇപ്പോഴെങ്കിലും ഒരു മാസം മാസി മാസി ഹോണ്ടഡ് സാധനമായിരുന്നു. ആ ഇതൊക്കെ ഇങ്ങോട്ട് പൊളിക്കുന്നു. ഓ മോഡ് മാറ്റി. ആ ഓ വൈക്കോലിന്റെ വണ്ടി അങ്ങനത്തെ തന്നെ ഇട്ട്. കത്തിക്കാനാണ്. അല്ല അതാകുമ്പോ പെട്ടെന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യില്ല. ആ അവരെ പേടിപ്പിച്ച് തീയിട്ട്. ഓ ഒരു കൂട്ടം ജനങ്ങളായിട്ട് അടിക്കണേ. അവിടെ കുറെ ആൾക്കാരില്ലേ? ആ ഓ ചോദിക്കണല്ലോ. ആണോ? അതെ നേരത്തെ പവൻ പയ്യാന്ന് വിളിച്ചോണ്ട് വന്നില്ല എടുത്തന്നെ അവനാണ്. മനസ്സിലായ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അതുപോലെയൊക്കെ തന്നെയാണ് ഏകദേശം. എല്ലാം ഓരോ ടൈപ്പ് ആൾക്കാരാണ്. ജസ്റ്റ് മിസ്സാണ്, കുത്തിയില്ല. അത് പോലീസിന്റെ ധർമ്മം. പിന്നെ പ്രായം ചെക്കൻ അത്രയല്ലോ. എന്തായിരുന്നു സീന്? പെട്ടെന്ന് कहाँ भाग जाए? क्यों भाग जाए? ये हमारा गांव है, हमारे लोग हैं ये. ऐसे इनको छोड़ के नहीं भाग सकता. ऐसे इनको छोड़ के नहीं भाग सकता. ऐसे नहीं भाग सकता. അവര് കൂടെ ഒന്നില്ലേ? അതായിരിക്കും ആൾക്ക് അതാണ് നന്ദിയും കാണിക്കുന്നത്. മനസ്സിലായി? ഒരേ സമയം ഓടാനാണെങ്കിലും ഗ്രാമത്തിനോട് അത് ഇവർക്ക് ഗുണാവും. ഓക്കെ ഓക്കെ സാർ, കുഴപ്പമൊന്നുമില്ല. അല്ലേ? കിട്ടും. ആ ഇതുണ്ട് ഓടി അവൻ തിരിച്ചു കിട്ടി. ഓ എന്ത് പറഞ്ഞത്? വേഗം തോക്കെടുക്കണ. फिर से मार. തീർന്നു. ആ ഉണ്ട കഴിഞ്ഞു. ഉണ്ട തീർന്നു. ഉണ്ട ഫിനിഷ്ഡ്. ഉണ്ട എടുക്കാൻ മറന്നുപോയി. ഉണ്ടില്ല മനസ്സിലായി. ഓ മറ്റേ പോലീസ് എഗെയിൻ. വണ്ടി കയറ്റല്ലോ, കൊണ്ടുപോകണല്ലോ. ഓ കാർ ഓടിക്കാൻ നോക്കണം. ഓ ആള് പെട്ടെന്ന് അഗെയിൻ മാറി. അടിക്കാം. ആ അതായത് എന്തെങ്കിലും
വേഗം രക്ഷപ്പെടൽ മാത്രം. വേഗം ഗ്രാമം ഒന്നല്ലോ, വേഗം രക്ഷപ്പെടലേ ഉള്ളു മാർഗം. പൊളിക്കാൻ തുടങ്ങിയവര്, വണ്ടി പൊളിക്കാൻ തുടങ്ങി. അവർക്കാണെങ്കിൽ ആഗ്രഹമുണ്ട് മാത്രമേ ഉള്ളൂ. ഇല്ല കുത്ത് കയറി കുത്താൻ പോവായിരുന്നു. ഷോട്ടല്ലേ? ശബരീഷ്, അയ്യോ മോനെ പക്ഷെ നല്ല സാധനങ്ങളല്ല, ഗൂസ്ബംസ് സാധനമുണ്ട് കുറെ. പക്ഷെ എന്തോ ഇല്ലേ, കഴിഞ്ഞില്ലല്ലോ. सिर्फ 5 लोग हमारे गांव में आए और हमारी मार कर चले गए, अपनी आंख खुजाते रह गए कमीनों। क्या गुड्डू, तुम ली है क्या? तुम ली है क्या? കഴിഞ്ഞിട്ടില്ല, ഇങ്ങോട്ടാണല്ലോ തിരിച്ചറ്റാക്ക് ആയിരിക്കും. ഞാനാണ് അറ്റാക്ക്. മറ്റേ സാധനം എടുത്തെറിഞ്ഞത് അതവിടെ ഓൾറെഡി ഫസ്റ്റ് ഷോട്ടിൽ നമ്മളെ കാണിച്ചില്ലായിരുന്നു. നമുക്ക് റെഫറൻസ് വന്ന പോലെ ഉണ്ടായിരുന്നത്. പോലീസാണ്, അങ്ങനെ വേഗം ഓടിപ്പോയില്ലല്ലോ, അതുകൊണ്ട് വരുന്നു. ഓ again BGM. തിരിച്ചു വരാണല്ലോ ഇങ്ങോട്ടും. ഡൗട്ടുണ്ട് ആളെ പൊക്കി, കാരണം അയാളെ പിടിക്കലല്ലേ മെയിൻ ലക്ഷ്യം. അത് നടത്താണ്ട് പോയ കേരള പോലീസിന്റെ നാണക്കേട്. ആ ചെക്കനും കിട്ടി. ഈ തുമ്പിനെ കിടക്കുന്നുണ്ടെടുത്ത് ഡേറ്റ് മോനെ. പക്ഷെ മാസീവ് സീൻ എന്ന് പറയാ. കാരണം വെച്ചാല് അത് പറയില്ലേ, ഇത്രയും നേരം റിയലിസ്റ്റിക് സാധനത്തുനിന്ന് പെട്ടെന്നൊരു ചേഞ്ച്, അതും ഹോണ്ടഡ് ആയിട്ടുള്ള സാധനം പോലെ ഫസ്റ്റ് കാണിച്ചത്, പിന്നീട് അങ്ങോട്ട് മാസായി. ആദ്യം ഒരു രോമാഞ്ച എഫക്റ്റ് ആയിരുന്നു, എന്താ പറയാ, ഇപ്പോൾ ആ രോമാഞ്ചത്തിൽ നിന്ന് വിട്ടുമാറാൻ നിൽക്കുന്ന പോലെ തോന്നിയത്. പക്ഷെ ഈ ഒരു സീൻ കാരണം ഇവിടെയാണ്, കാരണം മറ്റിടത്തൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. ഇവിടെയാണ് എന്താ പറയാ, നമുക്ക് പറയില്ലേ ആ ഒരു പോലീസിന്റെ ആ ഒരു പവർ, പേടിച്ചോടുന്നതിനല്ല പോലീസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഏകദേശം അതാ സംഭവം കാണിച്ചിവിടെ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാണിച്ച ആ ഒരു ശബരീഷൊക്കെ ഇങ്ങനെ കേറുന്ന സീനൊക്കെ, അതൊക്കെ അവർക്ക് വളരെ ട്രെയിനിങ് കിട്ടുന്ന. അത് മാത്രല്ല അവര് തമ്മിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, കെയറിങ്, അത് വല്ലാണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മമ്മൂക്ക അവിടെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ജോസ് അവിടെ അസീസ് അവിടെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അസീസിന് കുത്ത് കിട്ടാനാവുമ്പോഴാണ് മമ്മൂക്ക എഗെയിൻ ആ ഒരു അലേർട്ട് ആവുന്നത്. പിന്നെ അതുപോലെ തന്നെ യോഗേഷ് പോലീസും ഗംഭീരായിരുന്നു കേട്ടോ. ആ ഒരു പോലീസുകാരൻ അല്ലെ, കോൺസ്റ്റബിൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു കോർഡിനേഷൻ 5 പേര് ഭയങ്കരമായിട്ട് കാണിച്ച ആ ഒരു അല്ലെ, ആ ഒരു പോലീസിന്റെ എഫക്ട് കാണിച്ചു. നമ്മളെ കേട്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലല്ല, നമ്മളിപ്പോ ഏത് ഗ്രാമത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കോളനി പോലത്തെ ഒരു സ്ഥലത്ത് അവിടുത്തെ ആൾക്കാരെ പ്രത്യേകം എന്ന് പറയുന്നത് എന്തിനൊറ്റ കെട്ടായിരിക്കും അവർ. അത് നല്ല ചീത്തയൊന്നും നോക്കൂല, എന്തിനായാലും അവര് ഒറ്റക്കെട്ടായിരിക്കും. അപ്പൊ അവിടെ കയറി ചെല്ലുന്ന സമയത്ത് എന്താ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം എന്താണ്, ആരും ഒന്നിനും കേൾക്കാനൊന്നും നിൽക്കില്ല, എല്ലാവരും അയാളുടെ കൂടെ തന്നെ ഉണ്ടാവാം. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണിച്ചത്. അവിടെ മമ്മൂക്ക മറ്റേ സംഭവം കാണിച്ചു, അത് എക്സ്പീരിയൻസ്ഡ് ആയ ആളായതുകൊണ്ട് തന്നെ യോഗേഷ് പറയുന്ന പോലെ കേൾക്കുകയും ചെയ്തു.
ആ പോലീസ് പറയുമ്പോൾ, കാരണം അവിടുത്തെ ലോക്കൽ പോലീസ് ആണല്ലോ, അപ്പൊ അറിയാൻ പറ്റും എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പിന്നെ കേരള പോലീസ് ഒരിക്കലും നാണം കെട്ട് പോരുന്നുള്ള കാണിക്കാൻ അവസാനം കറക്റ്റ് ആയിട്ട് പിടിച്ചോണ്ട് ഏകദേശം എന്താ പറയാ 2 പ്രാവശ്യം 3-ാമത്തെ പ്രാവശ്യം പിടിച്ചത്. ഫസ്റ്റ് മിസ്സായി, സെക്കൻഡ് പിടിച്ചിട്ട് മിസ്സായി, 3-ാമത്തെ പ്രാവശ്യമാണ് അത്. മറ്റേ തൂക്കി നമ്മളെ മറ്റേ എലീനെയൊക്കെ ഇങ്ങനെ തൂക്കി, പൂച്ചനെയൊക്കെ തൂക്കി എടുക്കുന്ന പോലെ എടുത്തോണ്ട് പോയത്. പക്ഷെ ഗൂസ് ബംസ് ആനായിരുന്നു കേട്ടോ. ഇടക്കിടക്ക് ഇങ്ങനെ കയറി വരുന്ന ഗൂസ് ബംസ് ഉണ്ട് ഈ ഒരു സീനിൽ. ഈ ഒരു സീൻ ഒരു രക്ഷയില്ല, പൊളിച്ചടിക്കിയ സീൻ. എന്തായാലും നമുക്ക് നോക്കാം നെക്സ്റ്റ് സീൻ എന്താന്നുള്ളത്.